ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാമെന്ന് വിചാരിച്ച് കുറൈബത്താണ് തയ്യാറാക്കുന്നത് കേട്ടോ. അതിനായിട്ട് ഞാൻ പൊന്നിയരി നന്നായിട്ട് കഴുകി ക്ലീനാക്കി നന്നായിട്ട് വെള്ളമൊക്കെ തോരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്നങ്ങ് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വറവായതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി രണ്ടാമത്തെ ബാച്ചും വറുത്തെടുക്കാം. അപ്പോൾ എപ്പോഴും കുറച്ചിട്ട് വറുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, എന്നാലേ നമുക്ക് നന്നായിട്ട് പൊരിഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ രണ്ട് ബാച്ചും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണിഞ്ഞതിന് ശേഷം നന്നായിട്ട് തണുക്കരുത്, ചെറിയൊരു ചൂടോടെ തന്നെ നമുക്കിതൊന്നങ്ങ് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഏലക്കായ പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളുപ്പും 3 അച്ച് ശർക്കര കുറച്ച് അധികം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ചെറിയ ചൂടുള്ള ആ ഒരു അരിപ്പൊടി ഉണ്ടല്ലോ, ആ ഒരു പൊടിയിൽ നമുക്ക് ഇത് നന്നായിട്ടങ്ങ് മിക്സ് ആക്കി എടുക്കണം. ശർക്കരേൻ്റെ കട്ടയൊക്കെ നന്നായി കൈവച്ച് ഉടച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഈ ഒരു മാവാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാത്രം, ചെറിയൊരു പാത്രം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങ് അമർത്തിയെടുക്കാം. അപ്പോൾ നമുക്കിതാ ഇതേപോലെ കിട്ടും. ഇനി ഇത് നമുക്ക് ഓരോന്നും അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനൊരു പ്രത്യേക ഷേപ്പുള്ള ഒരു പാത്രം ഉണ്ട് കേട്ടോ ഈ കുറൈബാത്ത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്കെല്ലാം തന്നെ അങ്ങ് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ ഇതുപോലൊരു പാനിൽ ഒന്നങ്ങ് ചൂടാക്കി എടുക്കണം കേട്ടോ. ഇത് ഒന്ന് ബേക്ക് ചെയ്യാന്നൊക്കെ പറയുമല്ലോ, അതേപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്നങ്ങ് ഏകദേശം ഒരു 10 മിനിറ്റോളം ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കവർ ചെയ്യുന്ന രൂപത്തിലൊന്നങ്ങ് അടച്ച് വെക്കുകയും ചെയ്യാം. ഈ ഒരു റെസിപ്പീൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ബേക്ക് ചെയ്തിട്ട് തണുത്തതിൻ്റെ ശേഷം നന്നായിട്ട് നല്ല ഉറച്ച് നിൽക്കും കേട്ടോ. പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകുന്നില്ല. അതുപോലെ തന്നെ ഇത് നല്ല ടേസ്റ്റിയാണ്. ഒരുപാട് ദിവസം നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കുകയും ചെയ്യാം കേട്ടോ. 4 മണിക്കൊക്കെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അതുപോലെ ഇതൊന്നുകൂടി ടേസ്റ്റി ആക്കണം എന്നുണ്ടെങ്കിൽ നിലക്കടലയും കൂടെ ഇതിൻ്റെ കൂടെ വറുത്ത് ചേർക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.